ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 587 റൺസ് എടുത്തിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 13 ഓവറിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എടുത്തിട്ടുണ്ട്. ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് സന്ദർശകർക്ക് നഷ്ടമായത്. 22 പന്തിൽ 28 റൺസ് എടുത്ത താരത്തെ ജോഷ് ടങ്കാണ് പുറത്താക്കിയത്. KL രാഹുലും കരുൺ നായരുമാണ് ഇന്ത്യക്കായി ക്രീസിലുള്ളത്. നേരത്തെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 407 ഓൾ ഔട്ടാക്കിയിരുന്നു. ആതിഥേയർക്കായി ജെയ്മി സ്മിത്തും ഹാരി ബ്രൂക്കുമാണ് മിന്നും പ്രകടനം കാഴ്ചവെച്ചത്. സ്മിത്ത് 207 പന്തിൽ പുറത്താകാതെ 184 റൺസ് എടുത്ത് ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി. ബ്രൂക്ക് 234 പന്തിൽ 17 ഫോറും ഒരു സിക്സും ഉൾപ്പെടെ 158 റൺസ് നേടി വമ്പൻ പ്രകടനം കാഴ്ചവെച്ചാണ് മടങ്ങിയത്. ഇംഗ്ലണ്ടിനെതിരെ 180 റൺസിന്റെ ലീഡ് ഇന്ത്യക്കായി സമ്മാനിച്ചത് മുഹമ്മദ് സിറാജും ആകാശ് ദീപുമാണ്. ആകാശ് 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സിറാജ് 6 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. 19.3 ഓവറുകൾ എറിഞ്ഞ് 70 റൺസ് വിട്ടു നൽകിയായിരുന്നു താരത്തിന്റെ മിന്നും പ്രകടനം. ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 6 വിക്കറ്റ് നേടിയതോടെ സിറാജ് ഒരു എലൈറ്റ് പട്ടികയിലും ഇടം കണ്ടെത്തി. ബെർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യക്കായി 5 മുകളിൽ വിക്കറ്റ് നേടുന്ന 4ാമത്തെ മാത്രം ബൗളറാകാൻ താരത്തിന് സാധിച്ചു.